നമസ്കാരമുണ്ട് കൂട്ടുകാരെ, എവർക്കും വഴിത്തിരിവുകൾ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ചർച്ചാ വിഷയമാകുന്ന പാശ്ചാത്യരാൽ പറ്റിക്കപ്പെടുന്ന ദരിദ്ര രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ മൂന്നാംകിട രാജ്യങ്ങൾ. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്നാംകിട രാജ്യങ്ങളിൽ ഒരു ശക്തിയായിട്ട്, ലോകശക്തികളായിട്ട് വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ നടത്തിയിരുന്ന അവരുടെ വളർച്ചാ നിരക്ക് മന്ദഗതിയിലാക്കാൻ, ത്വരിതഗതിയിലുള്ള വളർച്ചാ നിരക്ക് മന്ദഗതിയിലാക്കാനും വേണ്ടിയിട്ടും അത് പിന്നീട് തകർന്നടിയാനും വേണ്ടിയിട്ട് ഇവർ രണ്ട് വസ്തുതകൾ പറഞ്ഞുകൊണ്ട്, വസ്തുതകളല്ല, രണ്ട് വസ്തുതകളാണെന്നുള്ള രൂപത്തിൽ പറഞ്ഞുകൊണ്ട് മൂന്നാംകിട രാജ്യങ്ങളെ ഇവർ, അതായത് ദരിദ്ര രാഷ്ട്രങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ആഗോളതാപനം, രണ്ടാമത്തേതാണ് ജനസംഖ്യാ വർധനവ്. ഈ ആഗോളതാപനത്തെ കുറിച്ചുള്ള കാര്യം ഇവർ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് ഉള്ള വസ്തുത ഒരുവിധം രാജ്യങ്ങൾക്കും ജനങ്ങൾക്കൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാൽ ജനസംഖ്യാ വർധനവ് പറഞ്ഞുകൊണ്ടുള്ള ഭയപ്പെടുത്തലുകൾ, അത് നമ്മൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് ഇന്ന് ചില രാജ്യങ്ങൾക്കും ആളുകൾക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിൻ്റെ കാരണമായിട്ടാണ് ജപ്പാന് സ്വവർഗ വിവാഹം നിരോധിച്ചതും ജനസംഖ്യ വർധനവ് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. രണ്ടാമതായിട്ട് റഷ്യയും ഇതുപോലെ തന്നെ ജനസംഖ്യ വർധനവ് വേണം, അതുപോലെ തന്നെ സ്വവർഗ വിവാഹവും നിരോധിക്കുന്ന ഒരവസ്ഥ വന്നെത്തിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് യൂറോപ്പ് ഇതിലും കടുത്ത നടപടികളിലേക്ക് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു 10 വർഷത്തിനുള്ളിൽ അവർ ഗർഭനിരോധിത മാർഗങ്ങൾ വിൽപ്പന നിർത്തലാക്കുമെന്നുള്ള ഘട്ടം വരെ അവർ എത്തിയിട്ടുണ്ട്. അത്രയും ജനസംഖ്യ, പോപ്പുലേഷൻ ലോസ്റ്റ്, അവിടെ മാനവ വിഭവശേഷി അത്രയും ഭയാനകമായ രീതിയിലാണ് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഒരു കാലത്ത്, ഇപ്പോൾ ട്രംപ് സർക്കാർ വന്നതിന് ശേഷമാണ് അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം കൊടുക്കുന്ന രീതി നിർത്തലാക്കിയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്ന അമേരിക്ക ജനിക്കുന്ന കുട്ടികൾക്ക് അവിടെ പൗരത്വം കൊടുക്കാനുള്ള കാരണം എന്താണ്? ഈ മാനവവിഭവശേഷി എന്ന് പറയുന്നത് അതൊരു വൻ ശക്തിയാണ്. എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാനുള്ള ജനങ്ങളില്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യം നാശത്തിൻ്റെ വക്കത്തിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനസംഖ്യ ഒരു ശക്തിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യവും, അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയിട്ടുള്ള, അതിൻ്റെ മാനവവിഭവശേഷി ഏറ്റവും ക്രിയാത്മകമായിട്ട് നയിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ മുൻപന്തിയിലെത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന. ഇത് അവർക്ക് ഈ കാര്യങ്ങൾ, ചൈനയും ഇന്ത്യയും ലോകത്തിൻ്റെ മുന്നിലേക്ക്, അതായത് ലോകം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള കണക്കുകൂട്ടലുകൾ പാശ്ചാത്യർക്ക് ഉണ്ടായത് കൊണ്ടാണ് അവർ പോപ്പുലേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം വർദ്ധിച്ച് ആ രാജ്യം നാശത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് കട്ടിങ്ങും ബക്കറ്റൊക്കെ കൊടുത്ത് അത് നടപ്പിലാക്കാനുള്ള ഒരു വിഫല ശ്രമം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും നടപ്പിലാക്കിയിട്ട് പരാജയപ്പെട്ടതിനാലാണ് ഇന്നും നമ്മുടെ രാജ്യം 70% യുവാക്കൾ ഉള്ള വലിയൊരു പോപ്പുലേഷനായിട്ട് മാറിയിട്ടുള്ളത്. ഇത് അതുപോലെ തന്നെ ചൈന ഇത് ശക്തമായിട്ട് ഉരുക്കുമുഷ്ടിയാലെ വരുത്തിയത് കൊണ്ട്, അവരുടെ വൺ ബേബി പോളിസി മാറ്റം വരുത്തിക്കൊണ്ട് കുട്ടികൾ 3 വരെ ആകാമെന്ന് ഈ അടുത്ത കാലത്ത് അവരുടെ നിയമസംഹിത
തിരുത്തി എഴുതേണ്ട ഗതികേടിലേക്ക് അവരെത്തി. കാരണം 60% ആളുകൾ 60 വയസ്സിന് മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത അവർ തിരിച്ചറിഞ്ഞു. അവരും ആ പറ്റിക്കപ്പെടലിൽ വഞ്ചിതരായിരിക്കുന്നു എന്നുള്ള വസ്തുത അവർ തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ട് അവർ ആ നിയമം മാറ്റി എഴുതേണ്ട ഗതികേടിലേക്ക് അവരെത്തിച്ചു. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളതാണ് ഇത് ആഗോളതാപനം. ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ മർമ്മം അല്ലെങ്കിൽ ഹൃദയഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ പോർട്ടുകളാണ്. എയർപോർട്ട്, സീ പോർട്ടുകളൊക്കെയാണ്. ഇവിടെയാണ് ഹ്യൂജായിട്ടുള്ള ചരക്ക് നീക്കങ്ങൾ നടക്കുന്നത്. ഈ ആഗോളതാപനം വരുമെന്ന് പറഞ്ഞുകൊണ്ട് സമുദ്രനിരപ്പ് 1 മീറ്റർ 2 മീറ്റർ ഉയരത്തിലേക്ക് വരും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ട് അവിടെ മൂന്നാം ലോക രാജ്യങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല പദ്ധതികളും, അതായത് എയർപോർട്ട്, സീപോർട്ടുകളിലുള്ള പദ്ധതികൾ അവർ വെട്ടിച്ചുരുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മാറി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന രാജ്യത്ത് വരെ അവിടെ ഒരു ദ്വീപിൽ അവർ വികസനത്തുമായിട്ട് മുന്നോട്ട് പോയി അവിടെ ആ ദ്വീപ് ഭാവിയിൽ വെള്ളം വന്ന് നിറയാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു പഠന റിപ്പോർട്ടിൻ്റെ ഫലമായിട്ട് അവരത് ആ പദ്ധതികൾ ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി. ഇങ്ങനെ സീപോർട്ടുകളും മറ്റുള്ള എയർപോർട്ടുകളും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇവർ ഭയപ്പെടുത്തിക്കൊണ്ട് ഈ പുരോഗമനത്തെ തടസ്സപ്പെടുത്തി ആ രാജ്യത്തിൻ്റെ വളർച്ചയെ തടയാനുള്ള ഒരു തന്ത്രമാണ്, ചതിയാണ് ഇവർ നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ജനസംഖ്യാ വർധനവിനെതിരെ ഇവർ സംസാരിച്ച കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് മാത്രം ഇതും ഒരു ചതിയാണെന്ന് പറഞ്ഞാൽ ഇന്ന് ആളുകൾ വിശ്വസിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അന്ന് കാലത്ത് ഇതിനെതിരെ സംസാരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗം ആളുകൾ ആയിരുന്നെങ്കിൽ അവർ മതത്തിൻ്റെ മേമ്പൊടി ചാർത്തിക്കൊണ്ട് അതിനെ പുച്ഛിച്ചും കളിയാക്കിയും സംസാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതിന് മാറ്റം വന്നു. കാരണം ചില രാജ്യങ്ങൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ, ചൈനയും ജപ്പാനിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സർക്കാരിന് ചിലവാകുന്ന ഒരു കാശ് പോകുന്ന ഒരു മാർഗമാണ് അവിടെ ഈ വൃദ്ധജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത. ഏറ്റവും കൂടുതൽ പാമ്പേഴ്സ്, ഏറ്റവും കൂടുതൽ വയസ്സായ ആളുകൾ പാമ്പേഴ്സ്, അതായത് ഡയപ്പർ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഈ ജപ്പാൻ എന്ന് പറയുന്നത്. അവിടെ അവരെ സംരക്ഷിക്കാനുള്ള യുവാക്കളില്ല. അത്രയും യുവാക്കളുടെ ലോസ്റ്റ് ക്ഷാമം അവിടെ സംഭവിച്ചു കഴിഞ്ഞതിനാൽ പുതിയ ആളുകൾക്ക് ഓഫറുകൾ, സമ്മാനങ്ങളും അവർ കൊടുത്തുകൊണ്ട് പുതിയ ജനറേഷനെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു മാർഗങ്ങൾ അവർ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സീപോർട്ടുകൾ, അതുപോലെ തന്നെ ഈ സീപോർട്ടുകളും ഇതൊക്കെ തടഞ്ഞ് വെള്ളം കയറുമെന്നുള്ള ഭയപ്പാടിൽ നിലനിർത്തി അതിനൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അന്നും മേനി നടിച്ചുകൊണ്ട് അവരെ ഞങ്ങൾ ചതിച്ചു, അവർ ഞങ്ങളെ തന്ത്രത്തിൽ വീണു എന്ന് മേനി നടിച്ചുകൊണ്ട് അവർക്ക് ഞെളിഞ്ഞിരിക്കാൻ അന്നും ഇതിലെ ഒരു സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കാനുള്ള വേണ്ടിയുള്ള ചതികളായിരുന്നു ഇതെന്നുള്ളതിൽ തർക്കമില്ല. അതിൽ നമ്മൾ വീണുപോയി, ഒരു പരിധിവരെ നമ്മൾ വീണുപോയി എന്നുള്ളത് വസ്തുതയാണ്. പസഫിക് സമുദ്രത്തിലെ, അതായത് ആഗോളതാപനം വന്ന് ആർട്ടിക് മേഖലകളിലെ മഞ്ഞുരുകിക്കഴിഞ്ഞാൽ സമുദ്രങ്ങളിൽ വെള്ളം 2 മീറ്റർ ഉയരും എന്നാണ് പറയുന്നത്. പസഫിക് സമുദ്രം മാത്രം 168 ദശലക്ഷം കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. ആ 168 ദശലക്ഷം കിലോമീറ്റർ ചുറ്റളവിലുള്ള അത്രയും ഭാഗങ്ങൾ തന്നെ കരയുടെ ഒരു
ഈ 168 ദശലക്ഷം കിലോമീറ്റർ ചുറ്റളവിലുള്ള പസഫിക് സമുദ്രത്തിന് അത്രയും ഭാഗം തന്നെ കടലിനോട് ചേർന്ന ഈ 30 അടിയോളം കരഭാഗമുണ്ട്. ഈ കരഭാഗം മാത്രം മതി ഈ വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള സ്ഥലം. അത് തന്നെ ധാരാളമാണ്. ഇത്രയും 2 മീറ്റർ സമുദ്രനിരപ്പ് ഉയരും എന്ന് പറയുന്നത് വെറും നമ്മൾ വഞ്ചിതരാകാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ നുണകൾ മാത്രമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 3-ാമത്തെ വീഡിയോ ആണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും എനിക്കറിയാൻ താല്പര്യമുണ്ട്. അതല്ല അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതും നല്ല രൂപത്തിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്.